ഞാനിപ്പം കുറേ നാളായിട്ട് ഒരു ടെക്നിക്ക് യൂസ് ചെയ്യുന്നുണ്ട്, പൊമോഡോറോ ടെക്നിക്ക് എന്ന് പറഞ്ഞുകൊണ്ട്. ഇതൊരു ആപ്പുണ്ട്, പൊമോഡോറോ എന്ന് പറഞ്ഞ തന്നെ. ഞാൻ അതാ യൂസ് ചെയ്യുന്നത്. യൂട്യൂബിലാണെങ്കിൽ വേറെ കുറേ വീഡിയോസ് ഉണ്ട്, ചുമ്മാ ലോ ഫൈ മ്യൂസിക്കും ലൈക്ക് ടൈമറും. സെയിം സംഭവം. നമ്മൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലോകത്തെ ചെറുതാക്കുക. നമ്മളും നമ്മുടെ ഫ്രണ്ട് ഇരിക്കുന്ന ടാസ്കും. അതിപ്പം ഒരു പുതിയ സബ്ജക്റ്റ് ആയിരിക്കട്ടെ, അതല്ല നമ്മുടെ തന്നെ വർക്കാണെങ്കിൽ നമ്മൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം റിമൂവ് ചെയ്യുക. 25 മിനിറ്റത്തേക്ക് ലോകം മൊത്തം മറക്കുക. ഞാനിപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോഴും ഈ സാധനം ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒരിക്കലും തീർക്കത്തില്ല ഈ സാധനം എഡിറ്റിങ്. ഓക്കെ, ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് ഞാൻ പറയാം. ശരിക്കും ഫോണിൽ മറ്റേ ആപ്പ് എടുക്കുക, പൊമോഡോറോ എന്ന് പറഞ്ഞൊരു ആപ്പ്. അതുകൊണ്ട് ഇത് ശരിക്കും ഒരു ടൈമറാണ്, 25 മിനിറ്റിൻ്റെ ഒരു ടൈമറാണ്. അത് പ്ലേ ചെയ്ത് കഴിയുമ്പം ഇങ്ങനെ ഒരു സർക്കിൾ വരും. അതിങ്ങനെ പതുക്കെ ഇങ്ങനെ കുറഞ്ഞോണ്ടിരിക്കും. അപ്പോൾ ഓരോ 25 മിനിറ്റ് കഴിയുമ്പോൾ ബെല്ലടിക്കുന്ന പോലത്തെ ഒരു സൗണ്ട് അടിക്കും. ഇപ്പോൾ 25 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ ഇവിടുന്ന് എഴുന്നേറ്റ് പോയി വേറൊരു സംഭവം ചെയ്യുക. പിന്നെ ഫോണിൽ പോയി തോണ്ടിക്കൊണ്ടിരിക്കരുത്. ഇൻസ്റ്റാഗ്രാമിൽ പോയി തോണ്ടിക്കൊണ്ടിരുന്നാൽ പിന്നെ നമ്മൾ ആ ട്രാപ്പിലായി പോകും. അത് ചെയ്യാതെ നേരെ വന്ന് 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുമ്പോൾ ആ സമയത്ത് വെള്ളം കുടിക്കുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും ചുമ്മാ നടക്കുക, അല്ലെങ്കിൽ 2-3 പുഷപ്പ് എടുക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെയും വന്ന് 25 മിനിറ്റ് ഇരിക്കണം. അങ്ങനെ ഒരു ദിവസം 3-4 പൊമോഡോറോ ചെയ്ത് കഴിയുമ്പം നമ്മുടെ ഡേ കംപ്ലീറ്റ് ആവും ഓൾമോസ്റ്റ്. എനിക്ക് തോന്നുന്നു 2-3 പൊമോഡോറോ ചെയ്ത് കഴിയുമ്പം ഓൾമോസ്റ്റ് എല്ലാ കാര്യവും എനിക്ക് തീർക്കാൻ പറ്റുന്നുണ്ട്. ഒരു ദിവസത്തെ വർക്ക് മൊത്തം കംപ്ലീറ്റ് ചെയ്യാൻ 2-3 പൊമോഡോറോ മതി. ശരിക്കും 25 മിനിറ്റ് എന്ന് പറയുന്ന ഒത്തിരി വലിയ സമയമല്ല, ഒത്തിരി ചെറിയ സമയമല്ല. സോ അതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ ചെയ്ത് തീർക്കാൻ പറ്റും. നമ്മൾ ശരിക്കും ഫോക്കസ് ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒരു ബുക്കുണ്ട് ഡീപ്പ് വർക്ക് എന്ന് പറയുന്നുണ്ട്. അതിനകത്തും പുള്ളി ഇങ്ങനത്തെ കാര്യങ്ങളായി മറ്റേ ഈ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിടുക, ഡു നോട്ട് ഡിസ്റ്റർബ് മോഡിലിടുക. ജോലി ചെയ്യുന്നവരാണെങ്കിൽ വർക്കിൽ തന്നെ സ്ലാക്ക് മെസ്സേജസ് വരും, അതുവരെ ഓഫ് ചെയ്തിടാനാണ് പറയുന്നത് പുള്ളി. ഇടയ്ക്കിടയ്ക്ക് ഈ മെസ്സേജോ അല്ലെങ്കിൽ ഈ നോട്ടിഫിക്കേഷനോ വരുമ്പം എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കുന്നത് ലൈക്ക് ഒരു സെക്കൻഡത്തേക്കല്ലേ ഫോൺ നോക്കുന്നത്, അതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനല്ല, നമ്മൾ ശരിക്കും നമ്മുടെ സ്ഥലത്ത് അങ്ങോട്ട് മാറ്റി കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ ഒരു സംഭവം നടക്കും. നമ്മുടെ ബ്രെയിനിൽ അതിങ്ങനെ കിടക്കും. അറ്റൻഷൻ റെസിഡ്യൂ എന്നെങ്ങാണ്ടാ പറയുന്നത്. അത് കാരണം നമുക്ക് ഈ നമ്മുടെ ഫ്രണ്ട് ഇരിക്കുന്ന ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. സോ എനിക്കിത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. കാരണം ഇപ്പം ഈ 25 മിനിറ്റ് എന്ന് പറയുമ്പോൾ എനിക്ക് ഫ്രണ്ട് കാണാനും പറ്റും. ലൈക്ക് 25 മിനിറ്റ് പോകുന്ന സമയം കാണാൻ പറ്റും. ഓരോ പൊമോഡോറോ കഴിയുമ്പോഴും ഞാൻ എഴുതിയിടും എവിടെയെങ്കിലും മുക്കിലാക്കി ഞാൻ എന്താ ചെയ്തത് കഴിഞ്ഞ് 25 മിനിറ്റിൽ. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു ലൈക്ക് ഒത്തിരി കാര്യങ്ങൾ ഒരു ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഒരു 3-4 മണിക്കൂർ കൊണ്ട് 4-5-6 പൊമോഡോറോ ചെയ്യാൻ പറ്റും. ഞാൻ ചിലപ്പം 25 മിനിറ്റ് ഓരോരോ ടാസ്കിലാണ് ഞാൻ സ്പെൻഡ് ചെയ്യുന്നത്. ടൈം ബ്ലോക്കിംഗ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഞാനിപ്പം എൻ്റെ ഫോണിൽ ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ആപ്പായത്. സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ ഫോൺ യൂസ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. ലൈക്ക് ഇൻസ്റ്റാഗ്രാം ഡൂട്ട്, ഞാൻ പണ്ട് തൊട്ട് പറയുന്നത് എനിക്ക് ഇൻസ്റ്റാഗ്രാം ഇഷ്ടമല്ല. അത് ചുമ്മാ ഒരു ട്രാപ്പാണ്. അതിനകത്ത് നമ്മൾ കയറുന്ന എന്നാന്ന് ചുമ്മാ നമ്മുടെ ഡെയിലി ലൈഫിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയില്ല ഇൻസ്റ്റാഗ്രാമൊക്കെ തോണ്ടിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു സിനിമ കാണുന്നു അതിനു വേണ്ടിയാണ്. ചില സമയത്ത് നല്ലതാണ്, പക്ഷെ ഐ തിങ്ക് എനിക്കറിയാം, ഞാൻ ഒത്തിരി പേരെ കണ്ടിട്ടുണ്ട് ലൈക്ക് ഒരു ടി വിയും കണ്ടോണ്ടിരിക്കുക, അതിൻ്റെ കൂടെ തന്നെ ഫോണിൽ ഇൻസ്റ്റാഗ്രാം തോണ്ടിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ ടീംസൊക്കെ ഉണ്ട്. അവരുടെ വിചാരം ലൈക്ക് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഒരു സമയത്ത് തന്നെ, അതുകൊണ്ട് ബെറ്റർ ആണ്. പക്ഷെ ആക്ച്വലി അങ്ങനല്ല. നമ്മുടെ എല്ലാവരുടെയും അറ്റൻഷൻ സ്പേസ് എന്ന് പറയുന്നത് ഭയങ്കര ലിമിറ്റഡ് ഏരിയ. അപ്പം അതിൽ ഏറ്റവും കുറവ് കാര്യങ്ങൾ കൊണ്ടുവരിക, അതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ ഇപ്പം ഒത്തിരി സൗണ്ടുള്ള ഏരിയയിൽ പോയിരുന്ന് ജോലി ചെയ്യാനോ പഠിക്കാനോ ഒന്നും നടക്കത്തില്ല. അതുപോലെ തന്നെ നമ്മുടെ ഫോൺ എന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു ഡിസ്ട്രാക്ഷനാണ്. അതിനെ ഒരു യൂസ്ഫുൾ ടൂളാക്കി മാറ്റുവാണെങ്കിൽ ലൈക്ക് ഇതുപോലെ ഒരു ക്ലോക്ക്. ശരിക്കും ഈ പൊമോഡോറോ ടെക്നിക്ക് ഉണ്ടാക്കിയ പുള്ളി ഒരു ക്ലോക്ക് വെച്ചാൽ ടൊമാറ്റോ പോലത്തെ ഒരു ഷേപ്പിലുള്ള ക്ലോക്ക് വെച്ചാൽ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ പുള്ളിയുടെ പേരിന് ഫ്രാൻസിസ്കോ സംതിങ്. ആ പുള്ളി 1980s 1990s എങ്ങാണ്ട് ഇത് കണ്ടുപിടിച്ച ടെക്നിക്ക്. ഇത് ഭയങ്കര പ്രാക്ടിക്കലാണ്, ചുമ്മാ ട്രൈ ചെയ്ത് നോക്ക്.